പിന്നീടൊരു ദിവസം ഇവളും കൂട്ടുകാരിയും ഡാൻസ് പാർട്ടിക്ക് പോയിരിക്കുന്ന സമയം. അപ്പോൾ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ ഇവള് കണ്ടുമുട്ടുന്നുണ്ട്. അവനാണ് ശരിക്കും ഡാനിയൽ. കണ്ടതും കണ്ണും പത്തിക്കിച്ച് ബാത്റൂമിൽ ഒട്ടിക്കിച്ച് ഇവരങ്ങനെ പെട്ടെന്ന് തന്നെ സ്നേഹത്തിൽ ഏർപ്പെടുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് ആണ് ഇവള് കൂട്ടുകാരിയോട് വർണ്ണിച്ചത്. അത് കഴിഞ്ഞ് ഈ ഡാനിയൽ ഇവളെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഡാനിയൽ കുറച്ച് പണമുള്ള ടീമാണ്. അവന്റെ വീടും സൗകര്യങ്ങളും കണ്ടിട്ട് ഇവൾക്ക് ഒരുപാട് ഇഷ്ടാവും. എന്നാൽ ഡാനിയലിന് ഇവൾ മറ്റൊരാളുടെ ഭാര്യയാണെന്നറിയില്ല, സിംഗിൾ ആണെന്നാണ് വിചാരിക്കുക. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് എങ്ങനെ ഇത്രയും കാലം സിംഗിൾ ആയിരുന്നു എന്നവൻ ചോദിക്കും. അതിന് മറുപടിയായിട്ട് അവള് പറയും, ഇനി മുതൽ ഞാൻ സിംഗിൾ അല്ലല്ലോ, ഞാൻ നിന്റെ കൂടെയല്ലേ എന്ന്. അങ്ങനെ അവിടെ ഒരു വർണ്ണശബളമായ പ്രണയം പൂവിട്ട് തളിർക്കുന്നു. ഈ തളിർത്ത് കഴിഞ്ഞ് സുന്ദരി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം അവിടെ ഉണ്ട് ഭർത്താവ്. ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആട്രോ പറയും. ഇവള് അവളുടെ കൂട്ടുകാരിയുടെ കൂടെയായിരുന്നു, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ആട്രോ വിളിച്ചപ്പം കൂട്ടുകാരി പറഞ്ഞത് അവളുടെ കൂടെ അല്ലാന്ന്. അത് കേട്ടിട്ട് മസെ ആട്രോയോട് ദേഷ്യപ്പെടാ. നീ എന്നെ ചോദ്യം ചെയ്യാണോ? നീ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത്. എന്നെ സംശയിക്കുകയാണോ? ഞാൻ ഒരേ സമയത്ത് 2 ജോലി ചെയ്ത് ക്ഷീണിച്ചാ വരുന്നത്. എന്നിട്ട് എന്നെ പരിപാലിക്കാൻ നിനക്ക് സമയമില്ല. എന്നെ ചോദ്യം ചെയ്യാനാണ് സമയമുള്ളത്. ഞാൻ ക്ഷീണിതയാണ്, എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞ് ഇവളൊന്നും മിണ്ടാതെ ചെന്ന് കിടക്കുക. സോ ആട്രോ ഒന്നും എതിർപ്പായിട്ട് പറയുന്നില്ല. പിറ്റേ ദിവസം ഈ ഡാനിയലിനെ കണ്ട കാര്യം, അവൻ സെക്കൻഡ് ഡേറ്റിന് വിളിച്ച കാര്യവും ഇവള് കൂട്ടുകാരിയോട് പറയുന്നുണ്ട്. ജോലിക്ക് പോയ സമയത്ത് അപ്പണ്ട് ഈ ഡാനിയൽ നേരെ ജോലി സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് മസയെ പിക്ക് ചെയ്യാണ്. അത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു വലിയ റെസ്റ്റോറൻറ്റിലേക്ക് അവളെ കൊണ്ടുപോകും. വില കൂടിയ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഒപ്പം വലയിട്ടൊരു തുണിയും സമ്മാനമായിട്ട് കൊടുക്കും. ഇതിട്ട് നിന്നെ കാണണമെന്ന് പറയും. അങ്ങനെ ആ വലയിട്ട തുണിയുമായി ഇവർ വീട്ടിലേക്ക് ചെന്ന് അന്നും സ്നേഹിക്കുന്നു. നല്ല രസമുണ്ട്, ക്യൂട്ട് കപ്പിൾസ്. ഇത് കഴിഞ്ഞ് മസ വീട്ടിലേക്ക് വരുമ്പം ഒരുപാട് നാളായി ആട്രോയെ കണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഭാര്യ ഭർത്താവായി കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഭർത്താവ് പരാതി പറയാ, ഇത് എത്ര കാലം ഇങ്ങനെ പോവാനാ? ഇന്നെങ്കിലും എൻ്റെ കൂടെ താമസിക്കുക, നിന്റെ ഷിഫ്റ്റ് മാറ്റാൻ പറയും, എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും ആട്രോ. അപ്പോഴായിരിക്കും ഇവളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് എടുത്ത് ആട്രോ നോക്കുക, ഡാനിയൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നോ മറ്റോ ആണ് എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ആട്രോ, ഡാനിയൽ ആരാണ്? നിന്റെ കൂട്ടുകാരനാണോ? അവൻ എന്തിനു നിനക്ക് മെസ്സേജ് ചെയ്യുന്നു എന്ന് ചോദിക്കുക. ഇത് കേട്ടുടനെ മസി ദേഷ്യപ്പെടാൻ തുടങ്ങും. നിനക്ക് നാണമല്ലേ എൻ്റെ മൊബൈൽ എടുത്ത് നോക്കാൻ? അതെൻ്റെ പ്രൈവസിയാ, അതിൽ കയറി ഇടപെടരുത്. നിനക്ക് നിന്റേതായ ലിമിറ്റ്സ് ഉണ്ട്, മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടിയതെന്ന് പറഞ്ഞ് ഇവൾ ആ ഫോൺ തട്ടിപ്പറിക്കും. എന്നാൽ ആട്രോ വിടുന്നില്ല. നീ എൻ്റെ കൂടെ കഴിയാതെ മറ്റാരുടെയെങ്കിലും കൂടെ കഴിയാണോ? കല്യാണത്തിന് മുന്നേ നീ എന്നെ ചീറ്റ് ചെയ്താ, 1 മാസം മുന്നേ. എന്നിട്ട് ഞാൻ നിന്നെ കെട്ടി, അത് കഴിഞ്ഞ് ഈ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള വൃത്തികെട്ട പെണ്ണിൻ്റെ കൂടെ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇനി നിന്റെ കൂടെ ജീവിക്കുന്നില്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ, ഇനി ഈ വീട്ടിലേക്ക് കയറി വരരുതെന്നും പറഞ്ഞ് 2 പേരും തമ്മിൽ വലിയ വഴക്കാവും. ഇവൾ ആ വീട്ടിലേക്ക് വരണ്ടാന്നും പറഞ്ഞ് ഇറക്കി വിടുകയാണ് ഭർത്താവ്. ഇവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നു, കട്ട കലിപ്പാണ്. നേരെ ആശുപത്രിയിലേക്ക് അന്ന് നൈറ്റ് ഷിഫ്റ്റ് എടുത്ത് ഇവള് ജോലിക്ക് വരും. ആന്ത്രേസിന് ഞാൻ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കി, അവൻ എന്നെ തല്ലി ഒരുപാട് ഉപദ്രവിക്കുകയാണ്, എനിക്ക് ഇനി അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഇവൾ മെസ്സേജ് അയക്കുന്നു. ഭർത്താവിനെ കൊന്നു കളയണം എന്നിവൾക്കുണ്ട്. അതുകൊണ്ട് അവനെ കൊന്നാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഇവള് മെസ്സേജ് അയക്കും. ഇത് കേട്ട് ആന്ത്രേസ് പറയാണ്, അതുതന്നെയാണ് ഞാനും ചിന്തിച്ചത്, നീ ഒരു കാര്യം ചെയ്യ്, അവനെതിരെ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് അയാളെ മെസ്സേജ് ചെയ്യും. പക്ഷെ ഇവള് വിചാരിച്ചത് ഇവൾക്ക് വേണ്ടി ആന്ത്രേസ് അവനെ തട്ടിക്കളയണമെന്നാണ്. പക്ഷെ അവൻ ആ ലൈനിലേക്ക് വരുന്നില്ല, കംപ്ലൈന്റ് കൊടുക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് അവനെ ഫോഴ്സ് ചെയ്യണ്ടെന്നും പറഞ്ഞ് ഇവള് മെസ്സേജ് ചെയ്യില്ല. അത് കഴിഞ്ഞ് പേഷ്യൻസിന്റെ റിപ്പോർട്ട് ഫയൽ എടുക്കുമ്പോൾ അതിൽ നീ ഇങ്ങനെ കരയിലെ ബട്ടർ കപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇവൾക്ക് മറ്റൊരു കാമുകൻ കൂടെ ഉണ്ടായിരുന്നു. അതാരാണെന്നാണ് കാണിക്കുന്നത്. പിറ്റേന്ന് നമ്മുടെ കൊച്ച് കാറെടുത്ത് ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് പോകും, ഒരു ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്തേക്ക്. അവിടെ മിഡിൽ ഏജ് ആയ ഒരു മനുഷ്യനുണ്ട്. അയാളെ കണ്ട ഉടനെ ഇവള് പൊട്ടിക്കറിയാ. പുള്ളിക്കാരൻ വന്ന് കെട്ടിപ്പിടിക്കും. നിനക്ക് എന്താ പറ്റിയത്? അവൻ വീണ്ടും ഉപദ്രവിച്ചോ? നിനക്ക് ഞാനില്ലേ കൂടെ? നിനക്ക് എന്ത് സഹായത്തിനും ഞാനുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ അയാൾ പറയാണ്. അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട്, എനിക്ക് ഇനിയും ഇത് സഹിക്കാൻ കഴിയില്ല, ബിൽഡിങ്ങിന്റെ മണ്ടയിൽ ചാടി മരിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുന്നുണ്ട്, അവൻ എന്നെ തല്ലി ഉപദ്രവിക്കുന്നു, എനിക്ക് എങ്ങും പോകാനില്ല, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇതും പറഞ്ഞവള് മെല്ലെ ഈ അങ്കിളിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട്, നിങ്ങൾ എന്നെ സഹായിക്കുമോ? നമുക്കിടയിൽ അവനില്ലെങ്കിൽ പിന്നെ സമാധാനമായിട്ട് കഴിഞ്ഞൂടെ? നമുക്ക് സ്നേഹിച്ച് ഒരുമിച്ച് കഴിഞ്ഞൂടെ എന്നും പറഞ്ഞ് ഇവള് നല്ല ഉമ്മയും സ്നേഹവും ഒക്കെ കൊടുത്തിട്ട് ബൈ പറഞ്ഞ് അവിടുന്ന് പോകുന്നു. സോ ഇയാളെയാണ് നമ്മുടെ പെണ്ണ് തട്ടാനുള്ള ജോലിക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ആളൊരു പാവാണ്, മിഡിൽ ഏജ്. ഇവളാണെങ്കിൽ കൊച്ചു പെണ്ണ്. അവളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി പുള്ളിക്കാരൻ എന്തും ചെയ്യും. ഒരു പെർഫെക്റ്റ് സെലക്ഷൻ. പുള്ളി ഇതേ ആശുപത്രിയിലെ ഡോക്ടറാണ്. അങ്ങേർക്ക് അതേ ആശുപത്രിയിൽ തന്നെ സ്വന്തമായിട്ടൊരു ഭാര്യയുണ്ട്, മകനുമുണ്ട്, അമ്മയുണ്ട്. അതിനിടയിലാണ് നമ്മുടെ പെണ്ണ് അയാളെ സ്നേഹിക്കുന്നത് പോലെ കാണിക്കുന്നത്. ഇവൾക്ക് യഥാർത്ഥത്തിൽ ഡാനിയലിനെയാണ് ഇഷ്ടക്കൂടുതൽ. പക്ഷെ ഇയാളെ ഈ കൊലപാതകത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവള് സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുന്നു. ആട്രോ ഈ ആഴ്ച നോവൽ ഡേയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട്
ആ ദിവസം ഞാൻ ഒറ്റയ്ക്കായിരിക്കും, നിങ്ങളെ മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് അവൾ പറയും. അങ്ങനെ ഭർത്താവില്ലാത്ത ദിവസം ഈ അങ്കിൾ ചെന്ന് മസയെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും സ്നേഹിച്ചതിന് ശേഷം അവൾ പറയും, ഈ ഇടയായിട്ട് ആട്രോ ഒരുപാട് വയലന്റ് ആവുന്നുണ്ട്, എന്നെ കൂടുതലായിട്ട് ഉപദ്രവിക്കുന്നു, എനിക്ക് എങ്ങനെ രക്ഷ നേടണമെന്ന് അറിയില്ല എന്ന്. അത് കേട്ട ഡോക്ടർ ചോദിക്കും, നിനക്കൊന്ന് ഡിവോഴ്സിന് കൊടുത്തൂടെ എന്ന്. അതിന് മസെ പറയാണ്, അങ്ങനെ എളുപ്പത്തിൽ ഡിവോഴ്സിന് കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത് അവൻ ഡിവോഴ്സിന് തയ്യാറല്ല, മാത്രമല്ല എൻ്റെ കുടുംബം ഒരു ഓർത്തഡോക്സ് ഫാമിലിയാ, അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഡിവോഴ്സ് ചെയ്താൽ മാത്രം അവൻ എന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവനിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള രക്ഷയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ കഴിയണ്ടേ? നിങ്ങൾ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് കേട്ട് അങ്കിള് പറയാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് നിന്റെ കൂടെ കഴിയണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. സോ ഇവളെ മെല്ലെ അങ്കിളിനെ വിളിച്ചുകൊണ്ട് പോയി ആട്രോ എവിടെയാണ് കാർ പാർക്ക് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കും. സമ്മർ സമയത്ത് 7:30 മണിക്ക് അവിടെ ആരും ഉണ്ടാവില്ല. കറക്റ്റ് ആട്രോ വണ്ടി എടുക്കുന്ന സമയം അവൻ ആക്രമിക്കാൻ പറ്റും. ഈ ബിൽഡിങ്ങിലേക്ക് കടക്കാനുള്ള കീ അവൾ ഡോക്ടറെ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് ആ പാർക്കിങ്ങിലേക്ക് കടക്കാം. അയാൾ ഒരു അടിമയെ പോലെ അവൾ പറയുന്ന എല്ലാം കേൾക്കുന്നു. അവളുടെ സ്നേഹത്തിന് വേണ്ടി ഒരു അടിമയെ പോലെയാണ് ഇയാൾ പെരുമാറുന്നത്. ചങ്ങായിക്ക് സന്തോഷമുള്ളൊരു കുടുംബമൊക്കെ ഉണ്ട്. അതിനിടയിൽ നമ്മുടെ പെണ്ണ് വിളിച്ച് നോട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ ത്രില്ലടിപ്പിക്കുന്നു. എന്നിട്ട് കറക്റ്റ് 16-ാം തീയതി ഇവർ ഫിക്സ് ചെയ്യും കാലത്ത്. സംഭവം കഴിഞ്ഞിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് മാറ്റിയാൽ മതി, ഞാൻ മനസ്സിലാക്കാമെന്ന് അവൾ പറയും. സോ ഈ ഡോക്ടർ തലേ ദിവസം ശരീരത്തിലെ മുടിയെല്ലാം ഷേവ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനെ പോലെ വസ്ത്രം ധരിച്ച് സ്കൂട്ടർ എടുത്ത് ആ തെരുവിലേക്ക് പോവാണ്. DNA തെളിവ് കിട്ടാതിരിക്കാൻ ആ മുടിയെല്ലാം കളഞ്ഞു. അത് കഴിഞ്ഞ് തൊപ്പിയും വെച്ച് ആരും ശ്രദ്ധിക്കാത്ത സമയത്ത്, വെളുപ്പിനാണല്ലോ, ആരും ഉണ്ടാവില്ല, നൈസായി ഈ കാർ പാർക്കിങ്ങിലേക്ക് കയറും. എന്നിട്ട് അവിടെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. കറക്റ്റ് ആട്രോ ഇറങ്ങി വരുന്ന സമയം നോക്കി ഇയാൾ പുറകെ ചെന്ന് ആട്രോയെ വലിഞ്ഞു കുത്തി കൊന്നുകളയുക. എന്നിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ഈ പാർക്കിങ്ങിലേക്ക് കയറിയ കീ ഒരു വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് അവിടുന്ന് നേരെ ഇയാളുടെ ഫാം ഹൗസിലേക്ക് വരും. അവിടെ വെച്ച് കഴുകി വൃത്തിയായി കുളിച്ചിട്ട് ഈ കൊല്ലാൻ ഉപയോഗിച്ച കത്തി ആരും കാണാത്തൊരു കുഴിയിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് വാട്സപ്പിന്റെ സ്റ്റാറ്റസ് മാറ്റും. സോ മസയ്ക്ക് മനസ്സിലായി അയാൾ ഭർത്താവിനെ തട്ടിയെന്ന്. ഉടനെ മസെ ഒരു മെസ്സേജ് അയക്കുകയാണ്, 1 മണിക്ക് സിസ്റ്ററുടെ വീട്ടിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാന്ന്. ഇയാൾ 1 മണിക്ക് മസയുടെ സിസ്റ്ററുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അവള് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇയാളെ കണ്ട ഉടനെ പുള്ളിക്കാരി പൊട്ടിക്കരയുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പാവത്തെ പോലെ പെരുമാറും. അത് കഴിഞ്ഞ് ഇവർ സ്നേഹിക്കും. സ്നേഹിച്ചതിന് ശേഷം ഇവള് പറയാണ്, കുറച്ച് നാളത്തേക്ക് നമ്മൾ തമ്മിൽ കാണണ്ട, അത് പോലീസിന് സംശയമാവും. അയാളും അതിന് സമ്മതിക്കും. എന്തേലും അത്യാവശ്യം വരികയാണെങ്കിൽ സംസാരിക്കാൻ വേണ്ടി ഇയാൾ മസയ്ക്ക് മറ്റൊരു മൊബൈൽ കൊടുക്കുന്നുണ്ട്. അവൾ സ്നേഹചുംബനം നൽകി അവനെ പറഞ്ഞുവിടും. എന്നാൽ ഈ സമയത്തും അവൾ ഡാനിയൽക്ക് വേണ്ട സ്നേഹവും കൊടുക്കുന്നുണ്ട്. ആ കാര്യത്തിൽ അവളെ കുറ്റം പറയാൻ പറ്റില്ല, ആത്മാർത്ഥമുള്ളതാ. ഈ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ഇവള് ഡോക്ടറെ കണ്ടതായിട്ട് നടിക്കുന്നില്ല. ഇവർ ആശുപത്രിയിൽ വെച്ച് മീറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ മാറിപ്പോവാണ് ചെയ്യുക. പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ കാണണ്ട, സംസാരിക്കണ്ട എന്നാണ് അവൾ പറയുക. കാരണം പറയാം, വീട് കുറെ വൃത്തികേടായിട്ട് കിടക്കുക, ഇൻഷുറൻസിന്റെ പ്രശ്നങ്ങളുണ്ട്, വാടക കുഴപ്പങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് തലവേദനയാണെന്ന് അവൾ പറയും. ഇത് കേട്ട ഡോക്ടർ ആണെങ്കിൽ, ഞാൻ നിന്നെ സഹായിക്കാം, പേപ്പർ വർക്കുകളെല്ലാം തന്നെ ഞാൻ ചെയ്തോളാം, മാത്രമല്ല വീട് വൃത്തികേടാണെങ്കിൽ ഞാൻ വന്ന് ക്ലീൻ ചെയ്തു തരാം, പോലീസുകാർ സംശയിക്കൊന്നുമില്ല, കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ, സഹായത്തിന് വേണ്ടി വന്നാണെന്ന് പറഞ്ഞാൽ മതി. ഇതും പറഞ്ഞ് ഇയാൾ അവളുടെ വീട്ടിലേക്ക് ചെന്ന് ആ പെണ്ണ് ജോലി എടുക്കുന്ന സമയത്ത് ഇയാൾ വീടൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് വേണ്ടി കാത്തിരിക്കും. പണി കഴിഞ്ഞ് വരാൻ പറയും. എന്നാൽ അവളെ കെട്ടിയോൻ എങ്ങനെയാണോ അവോയ്ഡ് ചെയ്തത്, അതേപോലെ ഇയാളെയും അവോയ്ഡ് ചെയ്യുന്നു. ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇയാൾ ഉപയോഗിച്ചത്. അത് കഴിയുമ്പോൾ അവോയ്ഡ് ചെയ്തിട്ട് ഡാനിയലിന്റെ കൂടെയാണ് പോകുന്നത്. എന്നാൽ അത് ഈ പൊട്ടന് മനസ്സിലായില്ല. ഇപ്പോ ഇയാൾ എന്തോ ആവശ്യത്തിന് മസയുടെ കമ്പ്യൂട്ടർ തുറന്നു നോക്കുക. അപ്പോഴായിരിക്കും ഡാനിയൽ എന്ന ഒരാൾ ഇവൾക്ക് മെയിൽ ചെയ്തിരിക്കുന്നത് കാണാം. ഇറ്റലിയിലേക്കുള്ള ടിക്കറ്റ് ആയിരിക്കും അത്. സോ ഇവൾ ഇറ്റലിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ടാണ് അവളുടെ നമ്പറിലേക്ക് ഇയാൾ വിളിക്കുന്നത്. നീ എൻ്റെ കയ്യിൽ നിന്ന് ബ്രേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും നീ ഇറ്റലിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ഒരുപക്ഷെ എന്നെ കാണുമ്പോൾ നിന്റെ ഭർത്താവിനെ നിനക്ക് ഓർമ്മ വരുന്നുണ്ടാവും, നടന്ന സംഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്ന് ഇയാൾ പറയുകയാണ്. അത് കേട്ട് മസെ പറയും, അങ്ങനെ ഒരു ഓർമ്മയും വരുന്നില്ല, ദയവ് ചെയ്ത് പഴയ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാതെ, നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അത് കുഴപ്പമാണെന്ന് അവൾ പറയും. ഇത് കേട്ട ഡോക്ടർ സാൽവ അയാൾ പറയാണ്, ഞാൻ എൻ്റെ കൂട്ടുകാരൻ പോലീസുമായിട്ട് സംസാരിച്ചു, അവർ നിങ്ങൾ ഇറ്റലിയിലേക്ക് പോകുന്നത് മനസ്സിലാക്കിയിരിക്കുന്നു, നീയും ഡാനിയൽ എന്നൊരാളുമായിട്ട് ഇറ്റലിയിലേക്ക് പോകുന്ന അവർ മനസ്സിലാക്കിയിരിക്കുന്നു, പോലീസുകാർക്ക് അതുകൊണ്ട് സംശയമുണ്ടെന്ന് ഈ ഡോക്ടർ പറയും. യഥാർത്ഥത്തിൽ പുള്ളിക്കാരൻ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയത്. എന്നാൽ അവൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരു നമ്പർ ഇട്ടതാ. ഇത് കേട്ട ഉടനെ മസെ പേടിക്കുന്നു. അവൾ പറയാണ്, സൽവ നമുക്ക് മീറ്റ് ചെയ്യണം. അപ്പൊ പോലീസുകാർ ഇപ്പോഴും എന്നെ നിരീക്ഷിക്കുന്നുണ്ടോ, അത് കുഴപ്പമാണ്, നമുക്ക് എന്തായാലും മീറ്റ് ചെയ്ത് സംസാരിക്കാന്ന് പറയും. എവിടെയാണ് മീറ്റ് ചെയ്യേണ്ടതെന്നുള്ള സ്ഥലമൊക്കെ ഇവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ സൽവ ചോദിക്കുകയാണ്, ആ ഡോക്ടർ ചോദിക്കുകയാണ്, നീ ഇപ്പൊ ഡാനിയലുമായിട്ട് കൂട്ടുകൂടിയെങ്കിൽ പിന്നെ എന്റെ സ്ഥാനം എവിടെയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് മസെ പറയാ, എനിക്കിത് നിങ്ങളോട് പറയാൻ വളരെ വിഷമമുണ്ട്, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാനിവിടെ ഒറ്റയ്ക്കാ, ഭർത്താവും ഇല്ലാതെ ഒറ്റയ്ക്കാ, നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് കഴിയുന്നു, എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ കഴിയില്ല,
പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഞാൻ എപ്പോഴും തനിമയിലാണ്. എനിക്കാണെങ്കിൽ നിങ്ങളെ മറക്കാനും കഴിയില്ല, സ്നേഹിക്കാതിരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് ഈ ഡാനിയലിനോടൊപ്പം കൂട്ടുവെച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ മറന്നിട്ടല്ല. ഞാൻ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളാണ് എൻ്റെ മനസ്സ് മുഴുവൻ. ഇത് കേൾക്കുമ്പോൾ അതും സത്യമാണെന്ന് ഈ ഡോക്ടർ മണ്ടൻ വിശ്വസിക്കും. എന്തായാലും ഇപ്പോൾ പോലീസുകാർക്ക് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലായി. അതേപോലെ സാൽവ അയാളുടെ ഫോണിൽ നിന്ന് തുടരെ ഏതോ ഒരു പ്രീപെയ്ഡ് നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ടെന്നും കൂടെ പോലീസുകാർക്ക് മനസ്സിലായി. സോ അതും വലിയൊരു സംശയത്തിന്റെ എവിഡൻസ് ആണ്. ഇപ്പൊ ഈ സാൽവയും നമ്മുടെ മസയും ഏതോ ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫോട്ടോഗ്രാഫ്സ്, ഈ കോൾ റെക്കോർഡ്സ്, ഇതെല്ലാം എവിഡൻസ് ആയി കൊടുത്തിട്ട് നമ്മുടെ പോലീസുകാരി കമ്മീഷണറോട് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. അങ്ങനെ കമ്മീഷണർ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുകയാണ്. ഈ നേരത്ത് മസയാണെങ്കിൽ പുതിയ കാമുകനുമായി പുതിയ ഏതോ വീട് വിലയ്ക്ക് വാങ്ങാനുള്ള ശ്രമത്തിലാണ്. അവൾക്ക് ആ വീടൊക്കെ ഇഷ്ടപ്പെട്ടു. അവരങ്ങോട്ട് താമസം മാറാനുള്ള പ്ലാൻ ആയിരിക്കും. ആ നേരത്ത് ഈ സാൽവയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അയാളെയും ഫോൺ വിളിച്ച് ഇവള് സംസാരിക്കുന്നുണ്ട്. മൊത്തം അഡൽട്ട് ടോക്ക് ആയിരിക്കും. ഇനിയിപ്പോൾ സസ്പെക്റ്റുകളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പോലീസുകാർക്ക് ഉറപ്പ് വരുത്തണമല്ലോ. അതുകൊണ്ട് അവർ പേടിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പോലീസുകാരി ഈ മരിച്ച ആട്രോടെ അനിയനെ വിളിച്ച്, ഞങ്ങൾക്ക് കൊലപാതകയെ കിട്ടിയിട്ടുണ്ട്, പേരൊക്കെ മനസ്സിലായി, ഇനി അറസ്റ്റ് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ, അറസ്റ്റ് ആകുമ്പം നിങ്ങളെ വിളിച്ച് പറയാന്ന് പറയും. ഇതെന്തിനാ പറയണെന്ന് വെച്ചാൽ അവനുടനെ ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് കുടുംബത്തിലെ ആൾക്കാരോട് പറയുമല്ലോ. അങ്ങനെ മസയും അറിയും. അപ്പോൾ അവൾ പേടിക്കും, എന്തേലും മണ്ടത്തരം കാണിക്കും. അതിലവളെ കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത്. അവർ വിചാരിച്ചതുപോലെ തന്നെ മസെ അവളുടെ അപ്പാർട്ട്മെന്റ് വിൽക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ച് ഈ ആട്രോടെ മാതാപിതാക്കളെ കാണാൻ വന്നിരിക്കുക. അവളത് വിറ്റാലെ ഡാനിയലുമായിട്ട് വാങ്ങാനിരിക്കുന്ന ആ പുതിയ അപ്പാർട്ട്മെന്റിന് ഷെയർ കൊടുക്കാൻ പറ്റുള്ളൂ. സോ വിൽക്കാൻ പെർമിഷൻ ചോദിച്ചു വന്നിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും ഈ ആട്ടോട് അനിയൻ പറയുക, വിൽക്കാനുള്ള സമയമായിട്ടില്ല, പോലീസുകാർക്ക് പ്രതിയെ മനസ്സിലായിട്ടുണ്ട്, പേര് മനസ്സിലായിട്ടുണ്ട്, ആ കേസ് കഴിഞ്ഞാൽ മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ, അതുവരെ കാത്തിരിക്കണം എന്ന് പറയും. ഇത് കേട്ടുടനെ മസ പേടിക്കുന്നു. ഞാൻ ആട്ടോന്റെ ഭാര്യയാണ്, എന്തുകൊണ്ട് പോലീസ് എന്നോട് കൊലപാതകിയുടെ പേര് പറഞ്ഞില്ല? അത് ശരിയല്ലല്ലോ എന്നവൾ പറയും. ഇത് കേട്ട് ആ കുടുംബക്കാര് അതെന്തുകൊണ്ടാന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ കൊലപാതകിയെ കിട്ടിയാൽ ഞങ്ങൾ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയും. ഇതെല്ലാം കേട്ട് പേടിച്ച മസെ അവിടുന്ന് ഇറങ്ങി സാൽവയെ വിളിക്കുക. എന്നാൽ കോള് പോകുന്നില്ല. അപ്പോഴായിരിക്കും മസയുടെ അമ്മ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു അവളുടെ വീട്ടിലേക്ക്. അവളുടെ അമ്മ വീടും അതേ നാട്ടിലാണല്ലോ. അവളങ്ങനെ അമ്മ വീട്ടിലേക്ക് പോകുന്നു. ഈ സാൽവ എന്തായാലും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മസയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ആദ്യമേ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവള് മറ്റൊരു നമ്പർ അവളുടെ അമ്മയുടെ അടുത്തിടും. പോലീസുകാർക്ക് ആട്രോയെ കൊന്നത് ആരാണെന്ന് മനസ്സിലായത്ര അമ്മേ, അത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന സാൽവ എന്ന് പറയുന്ന ആളാ. അയാൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അയാളെ അടുപ്പിച്ചിട്ടില്ല. എന്നോട് അയാൾ ഒബ്സസ്ഡ് ആണ്. അതുകൊണ്ടാണ് അയാൾ ആട്രോയെ കൊലപാതകം ചെയ്തത്. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും പറഞ്ഞ് അവള് കരയും. അത് കേട്ട് അമ്മ അവളെ സമാധാനിപ്പിക്കുന്നു. ഒന്നും നിന്റെ തെറ്റല്ല എന്നും പറഞ്ഞിട്ട്. എന്തായാലും അത് കഴിഞ്ഞ് മസെ സാൽവയെ വിളിച്ച് പോലീസുകാർ അനിയനോട് പ്രതിയെ മനസ്സിലാക്കിയിട്ടുണ്ട്, പേര് കിട്ടിയെന്ന് പറഞ്ഞ കാര്യം സാൽവയോട് പറയും. എനിക്ക് പേടിയാണെന്ന് അവൾ പറയാ. ഇത് കേട്ട് സാൽവ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവരുടെ കയ്യിൽ എനിക്കെതിരെ ഒരു തെളിവുമില്ല. അവർക്ക് ഏതെങ്കിലും കള്ളന്മാരെ സംശയം കാണും. ആ കള്ളനെതിരെ അവർ എവിഡൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കാവോ. എന്നെ ഒരിക്കലും സംശയിക്കില്ല. അതിനുള്ള എവിഡൻസും അവരുടെ കയ്യിലില്ല. ഞാൻ അങ്ങനെ തെളിവ് വയ്ക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അവരാദ്യം എന്നെ അറസ്റ്റ് ചെയ്യണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ. അതിന് പോലും അവർക്ക് കഴിയില്ല. എനിക്കെൻ്റെ റൈറ്റ്സ് അറിയാം. നീ ഒന്നുകൊണ്ടും പേടിക്കില്ല. ഞാൻ ഒരിക്കലും പിടിക്കപ്പെടില്ല. നീ കൂളായിട്ടിരിക്കുമെന്ന് ആ ഡോക്ടർ പറയും. അത് പറഞ്ഞു കഴിഞ്ഞിട്ട്, നിനക്കിപ്പോൾ വേണ്ടത് ഒരു സമാധാനവും സ്റ്റെബിലിറ്റിയോ. നിനക്ക് എൻ്റെ അടുത്ത് വരാൻ കഴിയില്ല എന്നെനിക്കറിയാം. അതിപ്പോൾ നിനക്ക് തരാൻ ഡാനിയലിനെ കൊണ്ടേ കഴിയും. അതുകൊണ്ട് നീ അവനെ കാണാൻ പോവുമായിരിക്കും. ശരി, പോയിക്കോ, കുഴപ്പമില്ല. ഈ ന്യൂ ഇയർ നീ അവൻ്റെ കൂടെ കഴിഞ്ഞോ എന്ന് സാൽവ പറയാണ്. അയാൾ വിഷമത്തോടെ ആയിരിക്കും ഇത് പറയുന്നത്. അത് കേട്ട് മസെ പറയും, എനിക്കത് പറയാൻ ഒരുപാട് വിഷമമുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുമാത്രം സത്യമാണ്. നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. ഇപ്പം മറ്റൊന്നും പറയാൻ കഴിയുന്നില്ല, അടുത്ത ആഴ്ച വിളിക്കാമെന്നും പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യുന്നു. ഈ കോൾസ് എല്ലാം തന്നെ പോലീസുകാർ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ചുകൂടെ എവിഡൻസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇവർ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു റെക്കോർഡർ ഇവരറിയാതെ പോലീസുകാർ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിൽ ആ കേസിനെ പറ്റി ഇവർ 1-2 കാര്യങ്ങൾ സംസാരിക്കുന്നു, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും പൂർണ്ണമായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷെ ഇതുവരെ ഗ്യാദർ ചെയ്ത എവിഡൻസ് മതി അവർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രസ്സിനെ ഇൻഫോം ചെയ്ത് അറസ്റ്റ് ചെയ്തോളാൻ കമ്മീഷണർ ഓർഡർ കൊടുക്കുകയാണ്. ഇവർ ആശുപത്രിയിൽ ചെന്ന് ആദ്യം സാൽവയെ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ ആട്രോ കൊലപാതക കേസിലെ സസ്പെക്റ്റ് ആണെന്നും പറഞ്ഞ് അയാളെ വിളിച്ചുകൊണ്ട് പോകും. എന്നാൽ പുള്ളി ഒരു കൂസലുമില്ലാതെ പോകുന്നു. ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാ, എന്റെ റൈറ്റ്സ് എനിക്കറിയാം, എനിക്കെതിരെ നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രധാന വില്ലത്തി മസെ, അവളിപ്പോൾ ഡാനിയലിന്റെ കൂടെയാണല്ലോ കഴിയുന്നത്. രാവിലെ ഇവര് ജോലിക്ക് ഇറങ്ങാൻ നേരം പോലീസുകാർ ചെന്ന് മസെ ചേച്ചിയെ പിടിക്കുകയാണ്. അപ്പൊ ഡാനിയൽ എന്ത് പറ്റി എന്ന് ചോദിച്ചു വരുന്നുണ്ട്. പോലീസുകാരി ആ ചെറുക്കനോടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക, ഇനി അവൻ ഇവിടെ നിന്ന് അലയാതെ വേറെ ആരെങ്കിലും പിടിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറയുന്നു പറഞ്ഞ് ഈ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോവാണ് അവര്. ആദ്യം സൽവയെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്റെ റൈറ്റ്സ് എനിക്കറിയാം, ഞാനൊരു ഡോക്ടറാണ്, നിങ്ങളെ കോടതി കയറ്റും, മെഴുകിക്കളയുന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഒരുപാട് പോസ് കാണിക്കുന്നു.
ഇത് കണ്ട് പോലീസുകാർ ദേഷ്യപ്പെടും. ആദ്യം നേരെ ഇരിക്കടോ, താൻ കാണിച്ചു കൂട്ടിയതൊക്കെ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിന്റെ കൊഞ്ചല് വരെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഈ നാട്ടിലെ ഒരു പ്രധാന കേസാ. ഇനിയും അരമണിക്കൂറിൽ നിങ്ങളുടെ പേരും മുഖവും ഇവിടുത്തെ ചാനലുകളിലെല്ലാം വരും. കുറ്റവാളി നിങ്ങളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ചെറിയ നല്ല പേരെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ അവള് പറയുന്നതായിരിക്കും ഈ നാട് വിശ്വസിക്കാൻ പോകുന്നു. എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോന്ന് പോലീസുകാർ പറയാം. ഇത് കേട്ട് സൽവ പറയും, മസയ്ക്ക് ഒന്നും അറിയില്ല, എല്ലാം ചെയ്ത് ഞാനാണ് കൊലപാതകിയെന്ന്. അയാൾ അപ്പോഴും ആത്മാർത്ഥ കാമുകനാവാൻ നോക്കുക. അവൾക്കൊന്നും അറിയില്ല, എല്ലാം ചെയ്ത് ഞാനാണെന്ന്. എന്നാൽ ഈ പെണ്ണാവട്ടെ സാൽവയെ തള്ളിപ്പറയും. സാൽവ ഒരു ഡേഞ്ചറസ് മാനാ, എന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒഴിഞ്ഞു മാറിയതാ, പക്ഷെ എന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ മറ്റൊരാൾക്ക് സ്വന്തമാണെന്നറിഞ്ഞപ്പോൾ അയാൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ഇല്ലാതാക്കി. ഇതെല്ലാം കേട്ടിട്ട് ഹീറോയിൻ, നമ്മുടെ പോലീസുകാരി, അതെന്താ നിനക്ക് അയാൾ ഇഷ്ടമാവാത്ത? അയാൾ നിന്നെ ഗ്ലാസ് പൊട്ടിച്ച് പുറത്താക്കിയില്ലേ, അതുകൊണ്ടാണ് ഇഷ്ടമാവാത്തത്? പക്ഷെ വേറെന്തൊക്കെയോ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ നീ, ഞങ്ങളതെല്ലാം കേട്ടതാണെന്ന് പറയും. അപ്പൊ ഈ പെണ്ണ്, ആക്ച്വലി എനിക്ക് അയാൾ ഇഷ്ടമല്ലായിരുന്നു, ചില കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അയാളെ അനുവദിച്ചിട്ടുണ്ട്, എന്നാൽ എനിക്ക് അയാൾ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയും. എന്തായാലും ഇവർ രണ്ടുപേരും ആദ്യം കൊടുക്കുന്ന മൊഴിയിൽ മസ എനിക്കറിയാതെയാണ് സാൽവ ഭർത്താവിനെ കൊന്നിരിക്കുന്നത്, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഞാൻ കുറ്റവാളി അല്ല എന്നാണ് പറയുക. അതേപോലെ തന്നെയായിരിക്കും സാൽവയും പറഞ്ഞിട്ടുണ്ടാവുക, ഞാൻ മാത്രമാണ് കൊന്നത്, അവൾക്കൊന്നും അറിയില്ലെന്ന്. എന്നാൽ ആദ്യമേ നമ്മുടെ ഹീറോയിൻ അവൾ പറഞ്ഞെല്ലാം പച്ചക്കള്ളാണ്, അവൾ നിന്നെ സ്നേഹിക്കുന്നില്ല, ആട്രോ അവൾ ഉപദ്രവിച്ചിട്ടേ ഇല്ല, അവൾ നാടകം കളിക്കുകയായിരുന്നു, അവൾ ഡാനിയലിന്റെ കൂടെ സ്ഥലം വിടാനാണ് തീരുമാനിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും ഈ സാൽവ വിശ്വസിക്കില്ല. പിന്നീട് ഇവരെ റിമാൻഡിൽ അകത്ത് കൊണ്ടുപോയപ്പോൾ, ജയിലിനകത്ത് കൊണ്ടുപോയപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ മസെ സാൽവയ്ക്ക് ലവ് ലെറ്ററൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, കുറ്റം അവൻ ഏറ്റെടുക്കുമല്ലോ അതിനു വേണ്ടിയിട്ട്. എന്നാൽ ജയിലിനകത്ത് കയറിയ പെണ്ണും മിണ്ടാതിരുന്നിട്ടില്ല. അവൾ അവിടെയും ബന്ധങ്ങൾ തുടങ്ങി, ജയിൽ പുള്ളികളുമായിട്ടും പോലീസുകാരുമായിട്ടും ബന്ധങ്ങൾ തുടങ്ങി. ഇതിപ്പോൾ എന്താണിത്? ഞാനിപ്പം ഇത് അവസാനം സാൽവയുടെ ചെവിയിലെത്തി, യാഥാർത്ഥ്യം സാൽവയുടെ ചെവിയിലെത്തി. അവൾ വളരെ മോശപ്പെട്ട സ്ത്രീയാണെന്ന് അപ്പോഴാണ് സാൽവയ്ക്ക് മനസ്സിലായത്. ഇനി ഇതിനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ സ്റ്റേറ്റ്മെന്റിൽ സാൽവ, അവൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കൊലപാതകം ചെയ്ത്, അവൾ പറഞ്ഞിട്ട് തന്നെയാണ്, അവൾ കീ തന്നിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തതെന്നുള്ള യഥാർത്ഥ മൊഴി കോടതിക്ക് മുന്നേ കൊടുക്കുകയാണ്. അങ്ങനെ ആ പെണ്ണിന് 22 വർഷവും ഇയാൾക്ക് 17 വർഷവും തടവ് ശിക്ഷ ലഭിക്കുന്നു. എന്നാൽ സാൽവയുടെ നല്ല നടപ്പ് കാരണം അയാൾക്ക് ശിക്ഷ ഇളവ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ പെണ്ണിന്റെ മോശം നടപ്പ് കാരണം അവൾക്ക് വീണ്ടും വീണ്ടും ശിക്ഷ കൂടിക്കൊണ്ടേ പോവുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ എത്ര കാലം അകത്തുണ്ടാവും എന്നറിഞ്ഞില്ല. എന്തായാലും ഈ കേസ് ഒരു വമ്പൻ കേസായിരുന്നു. സ്പെയിനിൽ ദി ബ്ലാക്ക് വിഡോ, എ വിഡോസ് ഗെയിം എന്നാണ് ഈ സിനിമയുടെ പേര്. അതങ്ങനെ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഊറു കഥ സുലട്ടുമാസ്.